ബർക്കത്തല്ല, ബറക്കത്ത്. ബറക്കത്ത് ലഭിക്കാൻ. عن أنس رضي الله عنه أن النبي صلى الله عليه وسلم قال من أحب أن يبسط له في رزقه وينسأ له في أثره فليصل رحمه متفق عليه. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അനസ് റളിയല്ലാഹു അൻഹു ആണ് നബിയിൽ നിന്ന് ഈ ഹദീസ് നമുക്ക് കേട്ട് ഉദ്ധരിച്ച് നൽകുന്നത്. ജീവിതത്തിൽ ബറക്കത്ത് ലഭിക്കാനുള്ള വ്യത്യസ്തങ്ങളായ വഴികൾ, അതിൽപ്പെട്ട ഒരു വഴിയാണ് ഈ ഹദീസിൽ പഠിപ്പിക്കുന്നത്. ബറക്കത്ത് എന്ന വാക്കിന് വർദ്ധിച്ച അനുഗ്രഹം എന്നാണ് നേരെ മലയാളത്തിൽ അർത്ഥം പറയാവുന്നത്. അധികമുള്ള നന്മ അല്ലെങ്കിൽ വർദ്ധിച്ച അനുഗ്രഹം. സിയാദത്തുൽ ഖൈർ, അതാണ് ശരിക്കും ബറക്കത്ത്. സിയാദത്തുൽ ഖൈർ അല്ലെങ്കിൽ സബാത്തുൽ ഖൈർ എന്നൊക്കെ പറയാം. സിയാദത്തുൽ ഖൈരി വസബാത്തുഹു, സിയാദത്തുൽ ഖൈരി വസബാത്തുഹു, അതാണ് ശരിക്ക് ബറക്കത്ത് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഖൈറിലുള്ള വർദ്ധനവ്, സിയാദത്തുൽ ഖൈർ, ഖൈറിലുള്ള വർദ്ധനവ്. വസബാത്തുഹു, ആ ഖൈർ സ്ഥിരപ്പെട്ട് സ്ഥിരമായി ലഭിക്കൽ, അതാണ് ശരിക്ക് ബറക്കത്ത് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ബറക്ക എന്ന വാക്കിൽ നിന്നാണ്, വാക്കുമായി ബന്ധപ്പെട്ടതാണ് ഈ പദം. മറ്റൊരർത്ഥമുണ്ട് ബറക്ക എന്നതിന് മുട്ടുകുത്തുക, ഒട്ടകം ഒക്കെ മുട്ടുകുത്തുന്നതിന് ബറക്ക എന്ന പദം ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയും ഒരു അർത്ഥം ആ വാക്കിന് മലയാളത്തിൽ അറബി ഭാഷയിൽ അർത്ഥം കൂടി ബറക്ക എന്ന പദത്തിന് ഉണ്ട്. അതേപോലെ കെട്ടി നിൽക്കുക അല്ലെങ്കിൽ ഒരുമിച്ച് കൂടുക എന്ന അർത്ഥത്തിലൊക്കെ ഈ വാക്ക് ഉപയോഗിക്കലുണ്ട്. അതും ഈ ബറക്കത്തുമായി ഒരു ആശയബന്ധമുള്ള അർത്ഥം തന്നെയാണ്. അതുകൊണ്ട് കുളം എന്ന അർത്ഥത്തിൽ ബിർക്കത്ത് എന്ന് പറയാം. ബിർക്കത്ത്, കുളം, വെള്ളം കെട്ടിക്കുന്ന സ്ഥലമാണല്ലോ. ബറക്കത്തിൻ്റെ നേരെ ബാഹിന് കെസറായാൽ ബിർക്കത്ത് എന്ന് പറഞ്ഞാൽ കുളം, അത് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് കൂടിയാണ് അതിന് ആ ഒരു പ്രയോഗം വന്നിട്ടുള്ളത്. ഏതായിരുന്നാലും ബറക്കത്ത് എന്നുള്ളത് നമ്മളൊക്കെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന, എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. റബ്ബിൻ്റെ ബറക്കത്ത് ലഭിക്കുക സാധാരണ എല്ലാവരും സാധാരണയായി പറയുന്ന പ്രയോഗമാണിത്. എന്ത് സംഗതിയിലും ഒരു ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ബറക്കത്തുണ്ടാവട്ടെ, അല്ലാഹ് ബറക്കത്ത് ചൊരിയട്ടെ എന്ന് നമ്മളൊക്കെ സാധാരണ പറയാറുണ്ട്. എന്ത് വഴിക്കിറങ്ങുമ്പോഴും ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെടുക, അതേപോലെ ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അതൊക്കെ സാധാരണയായി ജീവിതത്തിൽ നമ്മൾ പാലിച്ചു പോരുന്ന ഒരു രീതിയാണ്. അപ്പം ബറക്കത്ത് എന്ന് പറയുന്നത് സിയാദത്തുൽ ഖൈറാണ്, ഖൈറിലുള്ള വർദ്ധനവ്. ഒന്നിൽ അള്ളാഹു ബറക്കത്ത് ചൊരിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് അധികമായി ഖൈർ അള്ളാഹു തആല കൊടുത്തു എന്നർത്ഥം. മറ്റൊന്നിൽ കൊടുത്തതിനേക്കാൾ ഏറെ ഖൈർ അള്ളാഹു തആല അതിൽ നൽകി, അതാണ് അതിൽ ബറക്കത്തുണ്ട് എന്ന് പറയുന്നതിന് അർത്ഥം. ഒരാൾക്ക് 4 മക്കളുണ്ട്, ഒരു മകൻ്റെ കാര്യത്തിൽ അള്ളാഹു ബറക്കത്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ മറ്റു മക്കൾക്ക് കിട്ടാത്ത കുറേ ഖൈറുകൾ ഈ മകന് കിട്ടി എന്നതിനർത്ഥം. കച്ചവടത്തിൽ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം 2 ആൾ കച്ചവടം ആരംഭിച്ചു, ഒരേ കച്ചവടം, ഒരേ അങ്ങാടിയിൽ ഒരേപോലെ, പക്ഷെ ഒരാൾക്ക് നല്ല കച്ചവടം, മറ്റവന് ഒന്നുമില്ല. അപ്പം നമ്മൾ പറയും അല്ലാഹ് അയാൾക്ക് എന്തൊരു ബറക്കത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ഖൈർ അയാൾക്ക് അധികമായി കിട്ടി. അത് എന്ത് ഖൈറാണ് അള്ളാഹുവിനറിയാം, റബ്ബാണ് നിശ്ചയിച്ചു കൊടുക്കുന്നത്.